ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽസ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കണം എന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ടാവില്ലേ? അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടോ ഇത്, സ്കൈ ഡൈവിങ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. എനിക്ക് ആ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റും പിന്നെ ചെറിയൊരു പേടി ഇല്ലാതില്ല. കാരണം എന്തായാലും നമ്മളിങ്ങനെ ചാടാൻ പോകാണല്ലോ, അതിൻ്റെ ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ട്. എന്നാലും അതിനേക്കാൾ മുകളിൽ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ മുന്നിട്ട് നിന്നുണ്ടായിരുന്നത്. ന്യൂയോർക്കിൽ തന്നെയുള്ള സെറട്ടോഗ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ സ്കൈ ഡൈവിങ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലേക്ക് പ്ലാസിഡ് ട്രിപ്പൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ചെയ്തത്. ഇതൊരു ആനിവേഴ്സറി സർപ്രൈസായിട്ട് ഏട്ടൻ പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നെ എന്നോട് ഒരു 1 or 2 days മുന്നേ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യണം, പിന്നെ നമ്മളൊന്ന് മെൻ്റലി പ്രിപ്പയർ ആയിരിക്കണമല്ലോ ചാടാനായിട്ട്. അപ്പോൾ അത് കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഇതാ അപ്പോൾ നമ്മളെല്ലാം സെറ്റായി. ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ മോനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പോകാനായിട്ട്. 9000 feet എബോവ് എന്നാണ് കേട്ടോ നമ്മൾ സ്കൈ ഡൈവിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സ്കൈ ഡൈവിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. Doing? I'm good. Hey, your name's Audra, right? Yeah. Hey, I'm Demian. Nice to meet you. I'm your instructor. You ready for some adventure? Yes. You ready to risk your life for fun? Yes. All right, let's find out. I know my limits. You can break me down, but I'll stay till the finish line. And I've been counting minutes for quite some time now, just to see you again. And I've been counting days to get away, to see you again, see you again. Been fighting ways to get away, to see you again, see you again. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അത്. ആക്ച്വലി ആ ഒരു ഫ്ലൈറ്റിൽ ആ മുകളിൽ പോയിട്ട് ആ ഒരു ഡോറ് തുറക്കണ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ നെഞ്ചൊക്കെ ഇങ്ങനെ കിടന്ന് ഇടിക്കും. എന്നുവെച്ചാൽ അത് പിന്നെ ബാക്കി നമ്മൾ പാതി എയറിലും, നമ്മുടെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിലിരിക്കുന്ന ആളാണ്, നമ്മൾ ഫുൾ എയറിലാണ്. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ നെഞ്ചിടിക്കും. നമുക്ക് വേണമെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ കൂടി നമുക്ക് വേണ്ടാന്ന് പറയാം കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ അവർ നമ്മളെ ചാടിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് പേടിയായി. അത് കഴിഞ്ഞാൽ ചാടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രീ ഫാൾ മൊമെൻറ്റ്, അത് എന്താ പറയുക, അടിപൊളിയാണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം കേട്ടോ. നമ്മളിങ്ങനെ ഭാരമില്ലാതെ ഒരു അപ്പൂപ്പൻ താടി പോലെ ആകാശത്തോടെ ഇങ്ങനെ പറന്ന് നടക്കണ പോലെ ഉണ്ടായിരിക്കും. അത് എന്താ പറയുക, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പാരച്യൂട്ട് ഓണാക്കുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ടൈറ്റാവും. അത് കുറച്ച് പെയിൻഫുള്ളാണ്. എന്നാലും ഓവറോൾ ആ ഒരു എക്സ്പീരിയൻസ്, കുട്ടിക്കാലത്ത് ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന പക്ഷികളെ കാണുമ്പോൾ ഒരിക്കലെങ്കിലും അതുപോലെ പറക്കാൻ സാധിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ആ ആഗ്രഹം ഏട്ടൻ എന്നെ സഹായിച്ചു തന്നു. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നടത്തിത്തരും. നിങ്ങൾക്കും ഇതുപോലെയുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയൂ കേട്ടോ. എനിക്ക് അതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഇതുപോലെയുള്ള ആഗ്രഹങ്ങൾക്ക് ആരും പിശുക്ക് കാണിക്കണ്ട കേട്ടോ, ചിലപ്പോൾ അതൊക്കെ നടക്കുന്നേ. എനിക്ക് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കുമെന്നറിയില്ല. നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.